എത്ര തവണ കണ്ടാലും വീണ്ടും വീണ്ടും പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലോ കളിക്കാൻ പാർക്കും ഉണ്ട്. പോരാത്തതിന് ദേ നീന്തി തകർക്കാൻ നീർച്ചാലും. ഞങ്ങൾ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും കര പിടിച്ച് വെള്ളത്തിലിറങ്ങി നടക്കായിരുന്നു ട്ടോ. അടിപൊളി സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും തീർച്ച. അപ്പോൾ ഇതെവിടെയാ സ്ഥലം എന്നല്ലേ? ഒട്ടും സമയം കളയണ്ട. വീഡിയോയിലേക്ക് പോകാം. ഹായ്, അമലസുമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെവിടെയാണെന്നറിയോ? വെള്ളിയാങ്കല്ല് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പോവാണ്. കൂറ്റനാട്ടുകാർക്കും തൃത്താലക്കാർക്കും സുപരിചിതമായ സ്ഥലമാണ്. പിന്നെ ഈ ഫ്രണ്ടിൽ പോണത് ആരൊക്കെയാണെന്നറിയോ? അനുവിൻ്റെ അമ്മ കേട്ടോ. അച്ഛനുണ്ട്. അനുവിൻ്റെ വണ്ടി നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് നടന്നോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭാരതപ്പുഴയുടെ തീരം. അനുവും ഫാമിലിയൊക്കെ ഇടയ്ക്ക് വരാറുള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഏട്ടനുണ്ടായിരുന്നില്ല, ഡ്യൂട്ടിക്ക് പോയേക്കായിരുന്നു. പിന്നെ മോൻ ഇവിടെ ഇല്ലല്ലോ, ചേച്ചിയുടെ വീട്ടാണല്ലോ. അപ്പോൾ വെക്കേഷൻ കഴിയാൻ പോവാണ്, നാളെ സ്കൂൾ തുറക്കാണ് എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പോയതാണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു കാണാനായിട്ട്. അതേപോലെ ഇവിടെ പണി നടക്കുന്നതുകൊണ്ടേ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക, ബണ്ടിൽ വെച്ചിട്ട് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളം വരുന്നില്ല, ഒരു നീർച്ചാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഭാരതപ്പുഴയുടെ പട്ടാമ്പി പാലമൊക്കെ ഇല്ലേ, ഭാരതപ്പുഴയുടെ അതിൻ്റെ വേറൊരു സൈഡ്. അപ്പോൾ ധാരാളം വെള്ളം വേണ്ടതാണ്. അവിടെ തടയണ വെച്ച് അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് വെള്ളം കുറവ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? റോഡാണ് കേട്ടോ. നമ്മൾ വന്ന ആ പാലാണ് കാണുന്നത്. രാത്രി വണ്ടികളുടെ ലൈറ്റും അവിടുത്തെ ലൈറ്റും ഒക്കെ കൂടെ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 6 മണിക്കാണ് പോകുന്നത്. പക്ഷേ പകുതി എത്തിയപ്പോഴത്തേനും കാലാവസ്ഥ മൊത്തം ചേഞ്ച് ചെയ്ത്. എന്താ പറയാ, നല്ല കൂരിരുട്ടും മഴ വരാനുള്ള എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിട്ടെ. ഏതായാലും പോകുന്നില്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇറങ്ങി. നല്ല രസമുണ്ട് അല്ലേ? ശരിക്കും കടൽ തീരം പോലെ തന്നെ നമ്മുടെ പുഴയുടെ ആ തീരം, മണലും വാരി കളിക്കാൻ തോന്നുകയാണ്. എന്താ പറയാ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേരുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പക്ഷികൾ ധാരാളം പറക്കുന്നുണ്ട്. ഒരു തിളക്കം മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. നിറയെ അത് ഇരുട്ടായപ്പോൾ എന്താ പറയാ, സന്ധ്യ ആകുമ്പോൾ അവരുടെ ഒരു സഞ്ചാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭക്ഷണമൊക്കെ തേടി ഒക്കെ കൂടണയാൻ പോകുന്ന ആ പോക്കാണ് കേട്ടോ. വരിവരിയായിട്ട് പോകുന്നുണ്ട്. ഒരു തിളക്കം മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നോക്ക്. നല്ല രസമുണ്ടായിരുന്നു വരിവരിയായിട്ട് ആ പോക്ക് കാണാനായിട്ട്. കുറേ ഇട ഇങ്ങനെ നല്ല മണൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മണല് തരിച്ചു കഴിഞ്ഞാൽ ആ ഒരു തരി കിട്ടുമല്ലോ, കല്ലുകൾ, ചെറിയ ചെറിയ വെള്ളാരം കല്ലുകൾ. ഇത്തിരി വലിയ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് കവർ കൊണ്ട് എന്തെങ്കിലും പറക്കായിരുന്നു. കാരണം ഇപ്പൊ ഗാർഡനിലൊക്കെ ചെടി നട്ട് കഴിഞ്ഞാൽ പോട്ടിന്റെ ഉള്ളിലാണെങ്കിലും എന്താ പറയാ, നിലത്താണെങ്കിലും ഇരിക്കുന്നത് സ്റ്റോണുകളാണ്. അപ്പൊ അതിന് പറ്റിയ വലുപ്പമൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യം മണല്, അത് കഴിഞ്ഞിട്ട് തരിതരിയായിട്ട് മണ്ണ്. ഞാൻ കാണിച്ചു തരാം. ഈ നീർച്ചാൽ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ? കുട്ടികളുണ്ടല്ലോ, ഡ്രസ്സ് ഊരി വട്ട് വന്നിട്ട് നീന്തി തുടിക്കുകയാണ് കേട്ടോ. വെള്ളം കാര്യമായിട്ടില്ല കേട്ടോ. മുട്ടിന് താഴെ, എന്താ പറയാ, പാദത്തിന് ഒരു സ്വല്പം മുകളിലുള്ളൂ, അത്രയും വെള്ളമുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി നടക്കും. കുട്ടികൾക്കടക്കം ഇറങ്ങി കളിക്കാനുള്ള ആ ഒരു സുഖമായ അന്തരീക്ഷമാണ് ആ വെള്ളം, നീർച്ചാല് പോലെ അത്ര തന്നെയേ ഉള്ളൂ. ദേ ഇനി നോക്കിക്കേ, ഈ തരികള്, മണല് തരിച്ചിട്ടുള്ള ആ തരിയാണ് കേട്ടോ ഇവിടെ ഫുള്ളായിട്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും വീഡിയോ ക്യാമറ ഒക്കെ എടുത്തിട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് പോന്നതാണ് കേട്ടോ. പക്ഷെ അത് ഞങ്ങൾ അനുവദിച്ചില്ല. എന്താ പറയാ, ചെറുതായിട്ട് ഒരു മുഴക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പണി കിട്ടുമോ, ഏതായാലും വന്നതല്ലേ, ഇന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ പഴയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, പുഴതീരത്തെ മരങ്ങളൊക്കെ പൊട്ടി വീണേന്റെയും ആ ഉണക്ക കമ്പുകൾ കിടക്കുന്ന കാണുമ്പോൾ ശരിക്കും ക്രോക്കഡൈലിനെ പോലെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ. അതിന്റെ മുകളിലൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അടിപൊളിയായിട്ട്. ഞാൻ അനുവിന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാമറയിൽ ഒന്നും കിട്ടുന്നില്ല, മുഖമൊക്കെ ഇരുട്ടായി തുടങ്ങി. കുറച്ചൊക്കെ ഫോട്ടോ എടുത്തോളൂ. പിന്നെ നോക്കിയേ, ആ സ്കൈയിലേക്ക് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. കാണാൻ നല്ല ക്ലൈമറ്റ് ആണ്. പക്ഷെ ഫോട്ടോയ്ക്കൊന്നും ക്ലിയർ കിട്ടില്ല, കാരണം ഇരുട്ടായി തുടങ്ങി. പക്ഷെ ഈ ടൈമിൽ വന്നിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം. എന്താ പറയാ, ഇപ്പൊ കുറച്ചും കൂടെ ഇരുട്ടായപ്പോ ആ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. ആ പാലും അവിടുത്തെ ലൈറ്റുകളാണ് കാണുന്നത് കേട്ടോ. ഞാൻ ചുറ്റും റൗണ്ട് ചെയ്ത് കാണിച്ചു തരാണ്. നല്ല രസമുണ്ട്. എന്താ പറയാ, നിങ്ങള്
കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. കാരണം ഈ ഭാഗത്തുള്ളവരൊക്കെ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എത്ര കണ്ടാലും വീണ്ടും വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് വെള്ളിയാങ്കല്ല്. എന്നെ പോലെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളം കൂടുതൽ ഒഴുകാൻ തുടങ്ങി നമുക്ക് ഇതുപോലെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ വെള്ളം ഇല്ലാത്ത കാരണമാണ് എല്ലാവരും ഇറങ്ങി കളിക്കുന്നത്. ഞങ്ങളപ്പോൾ തിരക്കില്ലാത്ത ഭാഗത്തേക്ക് കുറച്ചും കൂടെ നീങ്ങി പോയിട്ട് ദേ വെള്ളത്തിൽ ചവിട്ടി ഞങ്ങൾ ദേ അപ്പുറത്തെ കര പിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോണ്ട് വെള്ളം ഉണ്ടെന്ന്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതില് എന്താ പറയാ, നമുക്ക് മുങ്ങാനുള്ള വെള്ളമൊന്നും ഇല്ല. കുഞ്ഞു കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള വെള്ളമേ ഉള്ളൂ. നമുക്ക് ഇറങ്ങുമ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇച്ചിരി നേരത്തെ വരികയാണെങ്കിൽ അങ്ങ് നീങ്ങി പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് കളിച്ച് പോവാലോന്ന്. വെള്ളത്തില് നടക്കാൻ തുടങ്ങിയപ്പോൾ സംഭവം മനസ്സിലായി. അയ്യേ കുറച്ച് വെള്ളമുള്ളൂ, വളരെ കുറച്ച് വെള്ളം. വെറുതെ അല്ല, കുട്ടികൾ കമന്ന് കിടന്ന് നീന്തുന്നുണ്ട്. നീന്തൽ അറിയാത്തവര് പോലും അതിൽ കമന്ന് കിടക്കുകയാണ്. സംഭവം ഇതാണ് എന്നുവെച്ചാൽ വെള്ളം ഇല്ലല്ലോ, കൈ കുത്തി കിടക്കുക, അത്രേ വെള്ളമുള്ളൂ. അപ്പൊ നല്ല രസമുണ്ട്. ഞങ്ങളിതേ അപ്പുറത്തെ എത്താറായി കേട്ടോ. കര അപ്പുറത്തേക്ക് കര എത്താറായി നടന്നിട്ട്. ഇനി അവിടെ നിന്നിട്ട് ചേച്ചി പോന്നിട്ടില്ല ചേട്ടാ, അനുവിന്റെ അമ്മ പോന്നിട്ടില്ല, നനയെന്ന് പറഞ്ഞിട്ട് ആളവിടെ നിൽക്കണം. ഞങ്ങൾ ഇപ്പുറത്തെ ഇനി ഞങ്ങൾ അങ്ങോട്ട് കിടക്കാണ്. ഇതന്നെ പണി. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നന്നായി അടിച്ചു പൊളിച്ച് നേരം കളയാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറും ആ സീനറിയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ക സൂപ്പർ. അപ്പൊ ഞങ്ങള് ഇതുപോലൊരു എന്താ പറയാ, ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നേരം പോകാനായിട്ട് ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇടി മിന്നലും ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു മിന്നൽ ചെറുതായിട്ട് വന്നു കേട്ടോ. അപ്പൊ എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ പിന്നെയും ആ പുഴ മുറിച്ച് കടന്നിട്ട് അപ്പുറത്തെ കരയിൽ എത്തിയിട്ട് ഞങ്ങൾ ആ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഒരു മിന്നല്. ആൾക്കാർ പറഞ്ഞു ദേ ഫോട്ടോഷൂട്ട് നടത്താട്ടാ, നല്ല ലൈറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊരു പൊട്ടലും പൊട്ടി. അതോടെ കൊടുക്കുന്ന എല്ലാവരും ഓടി, സകല ആൾക്കാരും ആരും അവിടെ നിന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ പണ്ടൊക്കെ ഇടുക അതൊന്നും കാര്യമില്ല എന്ന് പറയും. പക്ഷേ ഉണ്ടല്ലോ, കുറച്ച് ദിവസം മുമ്പല്ലേ വ്യൂ പോയിന്റിൽ നിന്നിട്ട് ഇടിമിന്നലേറ്റിട്ട് 4 കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. അത് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല കേട്ടോ. വീണ്ടും ഒരു ചെറിയ മിന്നലും കൂടെ ഉണ്ടായി. പണി തരുമോന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കാണ്. ടോർച്ച് മുകളിൽ നിന്ന് അടിക്കണ പോലെ തോന്നി. അപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ ഓർമ്മയുള്ള കാരണം കൊണ്ട് തന്നെ എല്ലാവരും വാ പോവാന്നും പറഞ്ഞ് എല്ലാവരും സകല ആൾക്കാരും കേട്ടോ. അവർ തീരം ഒരൊറ്റ ആളുണ്ടായിരുന്നില്ല, എല്ലാവരും ഓട്ടോ. ഞങ്ങൾ ഓടുന്നതിന് ഇടയിൽ ഒരു 3 മിന്നൽ കിട്ടി, ഇടിയും പൊട്ടി. 4-ാമത്തെ ആവണേറ്റ് മുമ്പ് ഞങ്ങള് വണ്ടിയിൽ കയറി, റോഡിലെത്തി വണ്ടിയിൽ കയറി. ഞങ്ങളിതേ വന്ന സന്തോഷം കുറച്ച് നേരം ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് വീഡിയോ നിന്ന് പോയി. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഉണ്ടായ സംഭവം മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഞങ്ങള് വെള്ളിയാങ്കല്ല് പോയതും അതിലെ സന്തോഷകരമായ വിശേഷങ്ങളും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യും കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. അപ്പുറത്ത് പാർക്കും ഉണ്ട് കേട്ടോ കുട്ടികളുടെ. അപ്പൊ ഇവിടെ മാത്രമല്ല അവിടെ പോയി കളിക്കുകയും ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.